ഇതാണ് ചിക്കൻ എന്ന് പറയുന്നത് അല്ലേ? എൻ്റെ പൊന്നോ, എൻ്റെ പൊന്നോ, അങ്ങനെ കെടുക്കണല്ലേ? ആ, പ്രിയപ്പെട്ടവരെ, ഇന്ന് ഞാൻ നിങ്ങൾക്ക് കുറച്ച് +2 കുറുമ്പന്മാരെയും കുറുമ്പികളെയും പരിചയപ്പെടുത്തി തരാം. +2 കാറ്റഗിസം കാലഘട്ടം മറക്കാനാകാത്ത ഒരുപാട് ഓർമ്മകളുടെ ഒരു മുതൽക്കൂട്ടാക്കിയ സംഘം. അപ്പൊ എന്തിന്റെ പരിപാടി നിങ്ങളെ? +2 ഞങ്ങളുടെ സെന്റ് ഓഫ് ആണ്. +2 ഏത് കോളേജിലാണ് പഠിക്കണപ്പോ? ഹോളി ട്രിനിറ്റി ചർച്ചില്. ആരാണ് നിങ്ങൾ? +2 വിദ്യാർത്ഥികൾ. ഓക്കെ, 12th അല്ലേ? ഏതാ എന്താ പറഞ്ഞ ആ മുടിയുള്ള ചേട്ടൻ എന്താ പറഞ്ഞ? +2 വിദ്യാർത്ഥിയാണ് അല്ലേ? അപ്പൊ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ഉണ്ടാവും അല്ലേ കഴിഞ്ഞാല്? അപ്പൊ ഇപ്പൊ എന്താ പരിപാടി? ഫുഡ്. ഫുഡ് കഴിക്കാൻ പോവാണ്. എന്താണ് ഫുഡ്? എന്താ ഫുഡ്? എന്ത് ഫുഡ് കഴിക്കാൻ പോണേ? ചിക്കൻ ബിരിയാണി. ഓ, വന്നിട്ടില്ല അല്ലേ? കണ്ടാണ്. അത് ശരി, മാഷാണോ സ്പോൺസർ ചെയ്യുന്നത്? അത് മാഷ് പൈസ കൊടുത്തില്ലെങ്കിൽ പാത്രം കഴിയേണ്ടി വരുന്നല്ലേ? ഓക്കെ, കിട്ടിയില്ല. അറ്റത്തിരിക്കുന്ന കുട്ടി ഇതിൽ പെട്ട തന്നെയാണോ? 5ാം ക്ലാസ് പോലെ തോന്നുള്ളൂ. അല്ലാണ്ട് കഴിഞ്ഞാൽ ശരിക്കും 12ാം ക്ലാസ് തന്നെയാണല്ലേ? ആ കുട്ടിയുടെ പേരെന്താ? ഏഞ്ചൽ. അപ്പൊ ഈ കുട്ടിയുടെ പേരോ? റോണിയ. ഈ കുട്ടിയോ? പേരൊക്കെ ഉണ്ടല്ലേ? എന്ത്? അതെ. ഞാൻ വേറെ എന്തായാലും ചീത്ത വിളിക്കാന്ന് വിചാരിച്ചേ. അലീന എന്ന് പറഞ്ഞത് അല്ലേ? ഇവിടെ അപ്പൊ എന്താ പേര്? ആൻമരിയ. ആൻമരിയ ക്ലാസ് ഒക്കെ വെച്ച് നല്ല സ്റ്റൈലാണല്ലോ അല്ലേ? ഇവിടെ ഫുഡിനല്ല, ഫുഡിന്നൊക്കെ വരുമല്ലോ. എൽബ. ആൻലിയ, ഡെലൻ, അമിത്, അങ്കിത്ത്. നിങ്ങളിപ്പോ എവിടെ വന്നിരിക്കണേ? വന്ന് കൂടിയിരിക്കുന്ന എവിടെയാ? മാക്കില്. ഇതെവിടെയാ സ്ഥലം? കാർലത്തെ മാക്കിലാണ് വന്നിരിക്കുന്നത്. ഇനി അടുത്ത പരിപാടി എന്നിട്ടാ ഈ കൈ കഴുകുക കഴിഞ്ഞു. വീട്ടിൽ നിന്ന് കഴിച്ചതാവൂല്ലേ കാലത്ത്? ഇപ്പൊ എല്ലാവർക്കുള്ള ഫുഡായി. 2, 4, 6 പേർക്ക് ആയിട്ടുള്ളൂ. ഇനി ബാക്കി വരാൻ പോകണുള്ളൂ അല്ലേ? വരട്ടെ. ഇതാണ് ചിക്കൻ എന്ന് പറയുന്നത് അല്ലേ? എൻ്റെ പൊന്നോ, എൻ്റെ പൊന്നോ, അങ്ങനെ കെടുക്കണല്ലേ? ഗ്രേവി. ഓ, സൂപ്പർ കേട്ടാ, അടിപൊളിയുണ്ട്. ഈ നിശബ്ദത എന്നെ അക്ഷരാർത്ഥത്തിൽ നടുക്കിക്കളഞ്ഞു. തച്ചോളി ഒതേനൻ്റെ കളരിമുറകളിൽ മാത്രമാണ് ഈ ചടുലതയും അഭ്യാസങ്ങളും ആക്രമണ പാടവവും ഞാൻ നേരിട്ട് കണ്ടിട്ടുള്ളൂ. അപ്പം ആദ്യം പാത്രം കലിയാക്കിയത് അല്ലേ? പിന്നെ ആരാ കലിയാക്കിയത്? നടക്കണില്ല റോണിയ, ഡയലോഗ് മാത്രമേ ഉള്ളൂ കേട്ടാ. നല്ല കലകളൊക്കെ ഉണ്ട്. ഒരു ഭാഗത്തേക്ക് പൊന്നാമ്പരം കോട്ടയത്, എന്നിട്ട് അത് കോട്ടമതിലൊക്കെ വളരെ വെച്ചിട്ടില്ല. അപ്പൊ ഫുഡ് എങ്ങനെയുണ്ടായിരുന്നു ആൻമരിയെ? അടിപൊളിയായിരുന്നു. അതെ, നല്ല രസമുണ്ടോ? നല്ല രസമുണ്ട് അല്ലേ? നന്നായിരുന്ന? സൂപ്പറായിരുന്ന? എങ്ങനെയുണ്ടായിരുന്നു? കൊക്കക്കോള എങ്ങനെയുണ്ടായിരുന്നു? അടിപൊളിയായിരുന്നു അല്ലേ? കാച്ചു മാത്രമേ വന്നുള്ളൂ അല്ലേ? കുട്ടിയുടെ ഫുഡ് ഭയങ്കര കാര്യമാണല്ലോ, ഫുള്ള് കഴിച്ചിട്ടുണ്ടല്ലേ? വെരി ഗുഡ്. എങ്ങനെയുണ്ടായിരുന്നു ഫുഡ്? സൂപ്പറായിരുന്നു. വെരി ഗുഡ്. അപ്പോൾ ഈ ഒരു വർഷക്കാലം സ്നേഹത്തിൻ്റെയും സൗഹൃദത്തിൻ്റെയും കൂട്ടായ്മയുടെയും പുതിയ പാഠങ്ങളും അനുഭവങ്ങളും പഠിച്ച കൂട്ടുകാരെ നിങ്ങൾക്ക് ഒരുപാട് ആശംസകൾ നേരുന്നു. ഈ പയൻമരം പോലെ ആകാശം മുട്ടെ വളരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു.